അൻസറിൻ്റെ എന്ന് പറഞ്ഞ കാര്യമില്ല, ലേശം അടുത്തൂടെ പോയിട്ടില്ല. അത് കാണിക്കണ കേട്ടാന്ന് തോന്നുന്നു. ഇപ്പം കയറി പിടിച്ചൊക്കെ ബലത്തിൽ കളയുന്നു. ഇങ്ങനെ ഒരു ഭൂലോക കള്ള ഈ ലോകത്തില്ല. ബിസ്ക്കറ്റിന് വേണ്ടിയുള്ള ഈ ഡാൻസ് കളി മാത്രമേ ഉള്ളൂ. പിന്നെ വേറെ പട്ടികൾ വന്നു കഴിഞ്ഞാൽ ഈ പഞ്ചായത്തിൽ തന്നെ കാണൂല. തിരുവനന്തപുരം ജില്ലയിൽ അവരെ കാണണം. പിന്നെ മഷിയിട്ട് നോക്കണം. ഇപ്പോൾ ഒരു പൂച്ച ബന്ധപ്പെട്ടപ്പോഴുള്ളത് കോമഡിയാണ്. ഈ പൂച്ച ഈ വീട്ടിൻ്റെ പരിസരത്തൂടെ എവിടെ കൂടെ പോയാലും അവൻ്റെ ഓട്ടം കണ്ടു കഴിഞ്ഞാൽ ഇപ്പം പിടിച്ച് തിന്നുമെന്നാണ്. ഈ വീഡിയോയ്ക്ക് മുമ്പായിട്ടൊരു സംഭവം നടന്ന് ഇതിൻ്റെ ഫ്രണ്ടിൽ കയറി അവൻ എന്ത് ചെയ്ത് ഈ ഷോ അടിച്ചപ്പോൾ ഈ പൂച്ച അടിച്ച് ചൗക്കറി കയറ്റി വെച്ച് കൊടുത്തു. ഒരാടിയല്ല ക്യാഷാ കിട്ടി. അതാണ് ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്ത് നിൽക്കണം. ഇല്ലെങ്കിൽ അറിയാം അതിൻ്റെ അത് കിട്ടുമെന്ന്. ഈ പൂച്ച വലിയ സൈസൊന്നും ഇല്ല, ഒരു പെമ്പൂച്ചയാണ്. എവിടെ പ്രസവിച്ചിട്ടൊക്കെയാണ്. അപ്പോൾ ആ കുഞ്ഞുങ്ങളൊക്കെ അവിടെ എവിടെയൊക്കെ ആയിട്ട് പറക്കിയിട്ടിട്ട് നമ്മളവിടെ പരിസരത്ത് വന്ന സമയത്ത് ആഹാരം കൊടുത്തു. യവൻ്റെ കോമഡിയാണ് ലോക കോമഡി. ഇങ്ങനെ ഒരു വേടത്തൂറി ഈ പഞ്ചായത്തിൽ ഈ കോർപ്പറേഷൻ വാർഡിൽ ഈ തിരുവനന്തപുരം ജില്ലയിലില്ല. അവരെ അവിടെ ഇവിടെയൊക്കെ നിന്ന് ഓടി കിടന്ന് ഇതാക്കുകയാണ്. ഇവൻ്റെ കൂടെ എടുത്തോണ്ടായിരുന്നു. എൻ്റെ പൊന്നോ, അവയ്ക്ക് നല്ല അഗ്രസീവായൊരു പട്ടിയായിരുന്നു. യവൻ ബൊണ്ടേഷ് കുമാർ. പക്ഷേ ആൾ ഭയങ്കര സ്നേഹമാണ്. അൻസർ എന്ന് പറഞ്ഞ സാധനം ലെവലേഷൻ തീണ്ടിട്ടില്ലെങ്കിലും പിന്നെ ചെറിയ ഭയവും കാര്യങ്ങളൊക്കെ കൊണ്ട് എവിടെയെങ്കിലും നിന്ന് കഴിഞ്ഞാൽ വിളിച്ചാൽ ഓൺ ദ സ്പോട്ടിൽ ഹാജരാവും. പ്രസൻസാർ എന്ന് പറഞ്ഞ് വരും. ആ ശങ്കർ മുട്ടൂല, ചെറിയ പേടിയുണ്ട്. മൂഞ്ചി അടിച്ച് കലക്കും. അപ്പം നിങ്ങളെല്ലാവരും വിചാരിക്കും ഞാൻ തന്നെയാണ് ഈ തൊണ്ടയിൽ സംസാരിക്കുന്നത്. എൻ്റെ ചാനലിൽ നിങ്ങൾ വീഡിയോസൊക്കെ കണ്ടു കാണും. എനിക്കിങ്ങനെ ഡബ് ചെയ്ത് ശീലിച്ച് ശബ്ദം ഇങ്ങനെ ആയിപ്പോയി എന്നൊന്നും വിചാരിക്കേണ്ട. എൻ്റെ ശബ്ദം ഇതല്ല, കുറച്ച് ആയിക്കോട്ടെന്ന് വിചാരിച്ചാണ് ഞാൻ അടിച്ചു വിടുന്നത്. പിന്നെ എൻ്റെ ചെറുക്കനെ കുറിച്ചൊന്ന് പൊലിപ്പിക്കാൻ വേണ്ടിയാണ് ഞാൻ വോയിസ് എടുക്കുന്നത്. സാധാരണ ചെയ്തേ കിടക്കുന്ന മൃഗങ്ങൾ, റോബോട്ടുകൾ, നടന്മാർ, നടിമാർ ഇങ്ങനെയുള്ളവർക്കെല്ലാം ഈ ശബ്ദം ഞാൻ അടിച്ചു വിടാറുണ്ട്. ഡബിങ്ങാണ് എൻ്റെ മെയിനായിട്ടുള്ള രീതി. അതെ, പ്രഹസനത്തിൻ്റെ അങ്ങേയറ്റം. പ്രഹസനം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു പ്രഹസനം ഞാൻ ജീവിതത്തിൽ കണ്ടിട്ടില്ല. അതെ, അപ്പോൾ എൻ്റെ പൂച്ച 1 കിലോമീറ്റർ അപ്പുറത്ത് നിന്ന് അപ്പോൾ അവിടെ കിടന്ന് ചാട്ടം ചുണ്ട് കഴിഞ്ഞാൽ ഇപ്പം പിടിച്ച് തിന്നു കളയും എന്നുള്ള മെത്തേഡിലാണ് നിൽക്കുന്നത്. ലോകമണ്ടനാണ്.